ഡാർക്ക് സൈക്കോളജി എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ മിക്ക യൂട്യൂബേഴ്സും ഒന്ന് മടിക്കും. കാരണം ഇതേ ഡാർക്ക് സൈക്കോളജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത്, അതായത് തന്ത്രപരമായി നിങ്ങളെ അവരുടെ നിയന്ത്രണത്തിൽ ആക്കിക്കൊണ്ടാണ് മിക്ക ഇൻഫ്ലുവൻസേഴ്സും പണമുണ്ടാക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിൽ നിങ്ങളെ മുതലെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ ഇത് ഡാർക്ക് സൈക്കോളജി ആണെന്നോ മാനിപ്പുലേഷൻ ആണെന്നോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം. ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തിലുള്ള 11 ഡാർക്ക് സൈക്കോളജിക്കൽ ഹാക്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പക്ഷേ ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇതുപയോഗിച്ച് മറ്റുള്ളവരെ കൊണ്ട് കാര്യം നേടാൻ വേണ്ടിയല്ല, മറിച്ച് ഇത്തരം ഹാക്സ് മനസ്സിലാക്കിക്കൊണ്ട് ഡാർക്ക് സൈക്കോളജി യൂസ് ചെയ്ത് നിങ്ങളെ അവരുടെ വരുതിയിൽ ആക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഇനി ഈ ഹാക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഗ്യാസ് ലൈറ്റിംഗ്. ഇത് വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ്. നിങ്ങളെ ആരെങ്കിലും ഗ്യാസ് ലൈറ്റ് ചെയ്യുമ്പോൾ അവർ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് ശരിയെന്ന് നിങ്ങളെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കും. അത് തെറ്റാണെങ്കിൽ പോലും നിങ്ങൾക്കിനി അവർ പറയുന്നത് തന്നെയാണോ ശരി എന്ന് സംശയം തോന്നിപ്പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയിലും ഓർമ്മശക്തിയിലും വരെ ഡൗട്ട് തോന്നും. അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്താൽ പോലും നിങ്ങൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല, ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് അവർ ഉറപ്പിച്ച് പറയും. അവസാനം തെറ്റ് ചെയ്തത് നിങ്ങളാണെന്ന് വരെ വരുത്തി തീർക്കും. ഇത്തരം ആളുകളെ ഒരിക്കലും വിശ്വസിക്കരുത്. രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകും മുമ്പ് മറ്റുള്ളവരുടെ സൈക്കോളജിയിൽ മാത്രമല്ല, സ്വന്തം സൈക്കോളജിയെ പറ്റിയും ആഴത്തിൽ അറിയാനായി വായിക്കാവുന്ന ചില നല്ല ബുക്കുകളെ പറ്റിയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് സംസാരിക്കുന്ന ദ പവർ ഓഫ് ഹാബിറ്റ് എന്ന ബുക്ക് ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇനി ബുക്ക് സ്വന്തമായി വാങ്ങിച്ച് വായിക്കാൻ സമയമില്ലാത്ത ആളുകൾക്ക് 1000-ലധികം പുസ്തകങ്ങൾ ഓഡിയോ ബുക്കായി കേൾക്കാൻ അവസരമൊരുക്കുന്ന കുക്കു FM എന്ന ആപ്പ് ഒരു മികച്ച ഓപ്ഷനാണ്. ഇതിൽ സൈക്കോളജി മാത്രമല്ല, APJ അബ്ദുൽ കലാമിന്റെ ലേണിംഗ് ഹൗ ടു ഫ്ലൈ പോലെയുള്ള മോട്ടിവേഷണൽ ബുക്സും മലയാളത്തിൽ കേൾക്കാൻ കഴിയും. ഇതുകൂടാതെ 100 തിങ്സ് സക്സസ്ഫുൾ പീപ്പിൾ ഡു പോലെയുള്ള മികച്ച സെൽഫ് ഹെൽപ്പ് ബുക്സും ഫിനാൻസുമായി ബന്ധപ്പെട്ട ബുക്സും ബെസ്റ്റ് സെല്ലേഴ്സും നോവൽസും എല്ലാം കുക്കു FM ആപ്പ് വഴി ഏത് സമയത്തും കേൾക്കാൻ കഴിയും. ബുക്ക് മുഴുവൻ വായിക്കാൻ സമയമില്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം ചുരുക്കത്തിൽ പറയുന്ന 15 മിനിറ്റ് ബൈറ്റ്സ് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ അറിവുകൾ നേടാം. പുതിയ 20 ബുക്സ് കുക്കു FM ആപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കുക്കു FM വഴി ഓഡിയോ ബുക്സ് കേൾക്കുന്നതിന് പുറമെ ലേറ്റസ്റ്റ് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് കൂടി നിങ്ങൾക്ക് ലഭിക്കും. നെറ്റ് ഇല്ലാത്ത സമയത്തും ഓഫ്ലൈനായി ഈ ഓഡിയോ ബുക്സ് കേൾക്കാൻ കുക്കു FM പ്രീമിയം സബ്സ്ക്രിപ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇതുകൂടാതെ ഇപ്പോഴിതാ കുക്കു FM പ്രീമിയം സബ്സ്ക്രിപ്ഷനിൽ ലഭിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും 7 ഡേ ഫ്രീ ട്രയൽ എടുത്തുകൊണ്ട് ഒരാഴ്ച വരെ സൗജന്യമായി ആസ്വദിക്കാം. ഇതിൽ ആഡ് ഫ്രീ ലിസണിംഗ്, ഓഡിയോ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ്, പ്രീമിയം ഓഡിയോ ക്വാളിറ്റി, പേഴ്സണലൈസ്ഡ് ബുക്ക് റെക്കമെൻഡേഷൻസ് തുടങ്ങി ഓരോ എപ്പിസോഡും കേൾക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വരെ നിങ്ങൾക്ക് ഫ്രീ ആയി ട്രൈ ചെയ്യാം. ഈ ഫ്രീ ട്രയൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാൻ കഴിയും. ഫ്രീ ട്രയൽ ആക്ടിവേറ്റ് ആക്കുമ്പോൾ 99 രൂപ എന്ന സ്ക്രീനിൽ കാണിച്ചാലും വെറും 2 രൂപ മാത്രമാണ് പേയ്മെന്റായി ഡിറ്റക്ട് ചെയ്യുന്നത്. ഇത് ഉടനെ തന്നെ റീഫണ്ട് ചെയ്യും. കുക്കു FM ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായി വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫ്രീ ട്രയൽ പീരീഡ് കഴിഞ്ഞ് പ്രീമിയം സബ്സ്ക്രിപ്ഷനിൽ 50% ഡിസ്കൗണ്ട് കിട്ടാനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത്. നമ്പർ 2, ഫിയർ മോങ്കറിംഗ്. ഫിയർ മോങ്കറിംഗ് അതായത് ഭീതി പരത്തിക്കൊണ്ട് ആളുകളെ വരുതിയിൽ വരുത്തുന്ന തന്ത്രം പണ്ട് തൊട്ടേ പലരും ഉപയോഗിക്കുന്നുണ്ട്. എന്തിനേറെ, ഹിറ്റ്ലർ പോലും ഇത്തരത്തിൽ ജൂതന്മാരെ പറ്റി ആളുകൾക്കിടയിൽ ഭീതി ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് താൻ പറയുന്നതെല്ലാം തന്നെയാണ് സത്യം എന്ന് അവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് ആളുടെ കൂടെ നിർത്തിയത്. ഇങ്ങനെ നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് കാര്യം നേടുന്ന ആളുകൾ ജോലിസ്ഥലത്തും മറ്റും ധാരാളം ഉണ്ടാവും. പിന്നെ വലിയ വലിയ കമ്പനീസ് അവരുടെ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാനും ഈ ഒരു ടെക്നിക് ഉപയോഗിക്കാറുണ്ട്. അവർ നിങ്ങളുടെ മനസ്സിൽ കുത്തിവെക്കുന്ന ഈ ഭയം വെറുതെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത്തരം മാനിപ്പുലേറ്റേഴ്സിനെ ഒഴിവാക്കാൻ കഴിയും. നമ്പർ 3, ലവ് ബോംബിംഗ്. പേര് പോലെ തന്നെ ഇത് സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു ഡാർക്ക് സൈക്കോളജിക്കൽ ഹാക്കാണ്. ചില ആളുകൾ തുടക്കത്തിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും, നിങ്ങളെ സ്നേഹിച്ച് വീർപ്പുമുട്ടിക്കും. പിന്നെ നിങ്ങൾക്ക് ആ സ്നേഹം കിട്ടാതെ പറ്റില്ല എന്ന അവസ്ഥ വരുമ്പോൾ പതിയെ പതിയെ അവർ സ്നേഹപ്രകടനം കുറയ്ക്കും, നിങ്ങളെ ഒഴിവാക്കാൻ തുടങ്ങും. പിന്നെ അവരുടെ സ്നേഹം തിരികെ കിട്ടാൻ വേണ്ടി നിങ്ങൾ അവരുടെ പിറകെ നടക്കും. പിന്നെ അവർ നിങ്ങളെക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യം സാധിക്കും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അമിത സ്നേഹപ്രകടനം നടത്തുന്ന ആളുകളെ ഒരിക്കലും വിശ്വസിക്കരുത്. നമ്പർ 4, സോഷ്യൽ പ്രൂഫിംഗ്. നിങ്ങൾക്കൊരു കാര്യത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ ചുറ്റുമുള്ള ആളുകളുടെ അഭിപ്രായം തേടുന്നത് സാധാരണയായി ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ ഇത്തരത്തിൽ ഉപദേശം തേടാറുണ്ടാകും. ഇതുപോലെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് നമ്മളും അതുപോലെ ചെയ്യുന്ന പ്രതിഭാസമാണ് സോഷ്യൽ പ്രൂഫിംഗ്. ഇതിനൊരു ഉദാഹരണം, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പറ്റി ബാക്കി എല്ലാവർക്കും നല്ല മതിപ്പുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ അഭിപ്രായം തിരുത്താൻ ശ്രമിക്കും. ഇങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെയും മാറ്റിയെടുക്കാൻ ഒരു മാനിപ്പുലേറ്റേഴ്സിന് കഴിയും. നമ്പർ 5, സൈലന്റ് ട്രീറ്റ്മെന്റ്. നമ്മളോട് ഒരാൾക്ക് ദേഷ്യം തോന്നുമ്പോൾ വഴക്ക് കൂടിയാലും ചീത്ത പറഞ്ഞാലും നമുക്കത്ര വിഷമം തോന്നില്ല. പക്ഷെ അതേസമയം അവർ നമ്മളോട് പിണങ്ങി സംസാരിക്കാതിരുന്നാൽ നമുക്ക് വളരെയധികം ദുഃഖം തോന്നും. ഇതുതന്നെയാണ് സൈലന്റ് ട്രീറ്റ്മെന്റ്. എത്ര പറഞ്ഞിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കാതെയാണ്.
ഇത് നിങ്ങളെ കടുത്ത മാനസിക സംഘർഷത്തിലാക്കും. പിന്നെ അവർ പറയുന്നത് അനുസരിക്കാനല്ലാതെ വേറൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് തോന്നില്ല. നമ്പർ 6, ഗിൽറ്റ് ട്രിപ്പിംഗ്. സൈലന്റ് ട്രീറ്റ്മെന്റ് പോലെ തന്നെ നിങ്ങളെ വിഷമിപ്പിച്ച് കാര്യം നേടുന്ന ഒരു ഡാർക്ക് സൈക്കോളജിക്കൽ ഹാക്കാണ് ഗിൽറ്റ് ട്രിപ്പിംഗ്. നിങ്ങളൊരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പ് പറ്റിയ കുറ്റങ്ങളെ പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ നിങ്ങളുടെ ഉള്ളിൽ കുറ്റബോധമുണ്ടാക്കും. പിന്നെ അവരുടെ കുത്തുവാക്കുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും അവർ പറയുന്നത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവും. നമ്പർ 7, ഫോഴ്സ്ഡ് ടീമിംഗ്. നിങ്ങളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് അവരുടെ ടീമിൽ ചേർക്കുന്ന ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കാണിത്. അവരുടെ പ്രശ്നം നിങ്ങളുടെ കൂടെ പ്രശ്നമാണെന്നും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന നേട്ടം നിങ്ങളുടെ കൂടി നേട്ടമാണെന്നും പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളെ അവർക്കൊപ്പം നിർത്തും. ഇത് നിങ്ങളുടെ ജോലി സ്ഥലത്ത് എപ്പോഴും നടക്കുന്ന കാര്യമാണ്. അവധി ദിവസങ്ങളിൽ നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനായി നിങ്ങളുടെ ബോസ് ഇത്തരത്തിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫോഴ്സ്ഡ് ടീമിംഗ് ആണ്. നമ്പർ 8, ചോയ്സ് റെസ്ട്രിക്ഷൻ. നിങ്ങളോടൊരു കാര്യം ഡയറക്റ്റായി ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്കത് പറ്റില്ല എന്ന് പറയാം. പക്ഷേ നിങ്ങൾക്ക് വേറെ ഒരു ചോയ്സ് ഇല്ല എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഇതേ കാര്യം വളഞ്ഞ രീതിയിൽ പറഞ്ഞാൽ പിന്നെ നിങ്ങളതൊന്നും ആലോചിക്കാതെ തന്നെ ചെയ്യും. നിങ്ങളുടെ അനിയനോട് അല്ലെങ്കിൽ അനിയത്തിയോട് നേരിട്ട് പഠിക്കാൻ പറയുന്നതിന് പകരം എന്തായാലും നീ പഠിക്കുന്നില്ലല്ലോ എങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ജോലിയിൽ സഹായിച്ചുകൂടെ, അല്ലെങ്കിൽ കടയിൽ പോയി സാധനം വാങ്ങിക്കൊണ്ടുവാ എന്ന് പറഞ്ഞു നോക്കുക. അവർ മിണ്ടാതെ മുറിയിൽ പോയി ബുക്കെടുത്ത് പഠിക്കാനിരിക്കുന്നത് കാണാം. നമ്പർ 9, ആംപ്ലിഫൈയിങ് പ്രോബ്ലംസ്. ഒരു പ്രശ്നത്തെ പെരുപ്പിച്ച് കാട്ടിക്കൊണ്ട് നിങ്ങളെക്കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുന്ന രീതിയാണിത്. നിങ്ങളുടെ ലവറിനെ കാണാം എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ വൈകിപ്പോയാൽ അത് നിങ്ങൾക്കൊരു ചെറിയ കാര്യമായി തോന്നും. പക്ഷെ അവർ എത്ര നേരമായി കാത്തു നിൽക്കുന്നു, നിങ്ങളെപ്പോഴും ഇങ്ങനെയാണ്, അവർക്കിനി എവിടെയും പോകാൻ മോടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കാനും പിണക്കം മാറ്റുവാനുമായി ദിവസം മുഴുവൻ മാറ്റിവെക്കും. നമ്പർ 10, ഗോ സ്ലൈറ്റ്ലി റോങ്. ഒരു കാര്യം ചോദിക്കുമ്പോൾ മുമ്പിലുള്ള ആൾക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ലെങ്കിൽ അവരെ കൊണ്ടത് പറയിപ്പിക്കാനായി എന്തെങ്കിലുമൊക്കെ ഊഹിച്ച് പറയുക. അവർ നിങ്ങളെ തിരുത്താൻ വേണ്ടിയെങ്കിലും മറുപടി നൽകാതിരിക്കില്ല. ഉദാഹരണത്തിന്, പരിചയമില്ലാത്ത ഒരാളെ കണ്ട് പരിചയപ്പെടാൻ തോന്നിയാൽ നേരെ ചെന്ന് പേര് ചോദിച്ചാൽ അവരത് പറയണമെന്നില്ല. പക്ഷെ അവരുടെ അടുത്ത് ചെന്ന് വേറൊരാളുടെ പേര് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ നിങ്ങളോട് സംസാരിച്ചു തുടങ്ങും. ഇത് സിനിമകളിലും മറ്റും നിങ്ങൾ കണ്ടു കാണും. നമ്പർ 11, സെൽഫ് അബേസ്മെന്റ്. നിങ്ങളെ സ്വയം കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ താഴ്ത്തി കെട്ടിക്കൊണ്ട് മുമ്പിലുള്ള ആളെ സന്തോഷിപ്പിക്കുന്ന രീതിയാണിത്. എന്തെങ്കിലും തെറ്റ് ചെയ്ത ശേഷം അവരോട് മാപ്പ് പറയുന്നതിന് പകരം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, എനിക്കൊരിക്കലും നന്നാവാൻ പറ്റില്ല എന്ന രീതിയിൽ സംസാരിച്ചാൽ പിന്നെ അവർ നിങ്ങളെ ശകാരിക്കുന്നതിന് പകരം നിങ്ങളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങും. ഇതുപോലെ പെൺകുട്ടികൾ അവരെ കാണാനും ഭംഗിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ ലവർ അവരെ കോംപ്ലിമെന്റ് ചെയ്യാനും പുകഴ്ത്താനും തുടങ്ങും. ഈ ഒരു കോംപ്ലിമെന്റ് കിട്ടാൻ വേണ്ടിയാണ് പലരും സെൽഫ് അബേസ്മെന്റ് ചെയ്യുന്നത്.